ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമ്മളൊരു ലുലു ഫഞ്ചൂറയുടെ ഹോൾ വീഡിയോ ആണ് ചെയ്യുന്നത് കേട്ടോ. നമ്മുടെ മക്കളെ മിക്കവാറും ഞങ്ങൾ കൊണ്ടുപോകാറുള്ള സ്ഥലമാണ് കേട്ടോ. ഫഞ്ചൂറയിൽ പോയാൽ ആദ്യം രണ്ടുപേരും കൂടെ ഓടിപ്പോകുന്നത് ഈ ഒരു ഗെയിമിലോട്ട്. ഇതൊരു ബോൾ കളക്ഷൻ ആയിട്ടുള്ള ഒരു ഓറിയൻറ്റഡ് ആയിട്ടുള്ള ഒരു ഗെയിമാണ് കേട്ടോ. വേറൊന്നുമില്ല, നമ്മൾ ആ സ്റ്റാർട്ട് ബട്ടണിലോട്ടൊന്ന് പ്രസ് ചെയ്യുക. അപ്പോൾ റെഡി ഗോ എന്ന് പറയുന്ന രണ്ട് ഓപ്ഷന് ശേഷം മുകളിൽ നിന്നും ബോളുകൾ വന്ന് വീഴും. അത് കളക്ട് ചെയ്ത് അവർ കൊടുത്തേക്കുന്ന പെർട്ടിക്കുലർ പൊസിഷനിലേക്ക് നമ്മൾ കളക്ട് ചെയ്ത് ഇടുക. അവരുദ്ദേശിക്കുന്നത് കുറഞ്ഞ സമയം കൊണ്ട് നമ്മുടെ കുട്ടിക്ക് എത്രത്തോളം ബോൾ അവിടെ കളക്ട് ചെയ്തിടാൻ പറ്റുന്നു എന്നുള്ളതാണ്. അപ്പോൾ ബോൾ വന്ന് വീണപ്പോൾ ആൽവിക്കുട്ടൻ ജസ്റ്റ് ഒന്ന് പേടിച്ചു. പിന്നെ അല്ലുച്ചി ബാബ ഗെയിം കളിക്കുന്ന കണ്ടപ്പോഴാണ് മനസ്സിലായത്. അങ്ങനെ മോനും ബോൾ കളക്ട് ചെയ്യാനായിട്ട് തുടങ്ങി. ഈ ഗെയിം മെയിൻലി ഓറിയൻറ്റഡ് ആയിട്ടിരിക്കുന്നതെന്ന് വെച്ചാൽ നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് എത്രത്തോളം സ്പീഡപ്പായിട്ട് കളക്ട് ചെയ്ത് എത്ര സ്പീഡിലി നമുക്ക് ബോൾസ് കളക്ട് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് കേട്ടോ. കോൺസെൻട്രേറ്റ് ചെയ്ത് സ്പീഡിലി നമ്മൾ വേറൊന്നിലോട്ട് നോക്കാണ്ട് ബോളുകൾ കളക്ട് ചെയ്യുക എന്നുള്ളതാണ് ഈ ഗെയിം ഓറിയൻറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇത് ഇവർ ഭയങ്കരമായിട്ട് എപ്പോൾ വന്നാലും കളിക്കുന്ന ഒരു ഗെയിമാണ് കേട്ടോ. അടുത്ത വേറൊരു ഗെയിമുണ്ട്, റൈഡിങ് ഗെയിം. ഈ റൈഡിൽ മിക്കവാറും ഹസ്ബൻഡിൻ്റെ ഹെൽപ്പോട് കൂടിയായിരിക്കും അലുജി ബാവ കളിക്കുന്നത് കേട്ടോ. ഇതും കോൺസെൻട്രേഷനും മൈൻഡ് കോൺടാക്റ്റും ബ്രെയിൻ ഡെവലപ്മെൻറ്റിനും ഒക്കെ വളരെയധികം സഹായിക്കുന്ന ഒരു ഗെയിമാണ് കേട്ടോ. അപ്പോൾ ഈ സമയത്ത് മിക്കവാറും ആൽവിക്കുട്ടൻ നമ്മുടെ ഓരോരോ വെഹിക്കിൾസിലേക്ക് കയറി നടക്കും, അവന് ബോറടിച്ചിട്ട്. അപ്പോൾ നമ്മൾ മിക്കവാറും ചെയ്യുന്നതെന്ന് വെച്ചാൽ വെഹിക്കിൾസിലെല്ലാം രണ്ട് കുട്ടികൾക്ക് കയറാൻ പറ്റും കേട്ടോ. അപ്പോൾ കാർഡ് സ്വൈപ്പ് ചെയ്യുമ്പോൾ മിക്കവാറും അല്ലുവാവയും കൂടി ഉണ്ടെങ്കിൽ മാത്രമേ നമ്മൾ വെഹിക്കിൾസിലെ കാർഡ് സ്വൈപ്പ് ചെയ്യാറുള്ളൂ. പിന്നെ ആൽവിക്കുട്ടൻ കുറച്ച് ഇൻട്രസ്റ്റഡ് ആയിട്ട് കുറച്ചുകൂടി ടൈം ഏതെങ്കിലും ഒരു വെഹിക്കിളിൽ സ്പെൻഡ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ അവന് വേണ്ടിയിട്ട് കാർഡ് സ്വൈപ്പ് ചെയ്യാറുണ്ട് കേട്ടോ. അപ്പോൾ ഇവിടെ തകൃതിയായിട്ട് നമ്മുടെ റൈഡിങ് ഗെയിംസ് രണ്ടുപേരും കൂടി നടന്നുകൊണ്ടിരിക്കുകയാണ്. പിന്നെ ഒരു കാര്യം എന്ന് വെച്ചാൽ ട്യൂസ്ഡേ വരുവാണെങ്കിൽ 50% നമുക്ക് ഓഫുണ്ട്. അപ്പോൾ നമുക്ക് കൂടുതൽ റൈഡ്സ് കൂടി എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റും കേട്ടോ. പിന്നെ നമ്മുടെ ഈ റൈഡ്സിൻ്റെയും വെഹിക്കിൾസിൻ്റെയൊക്കെ ബാക്കിലായിട്ടാണ് സ്വിച്ച് ബോർഡ് വന്നിരിക്കുന്നത്. അപ്പോൾ ഈ കറണ്ട് കണക്ഷനും കാര്യങ്ങളൊക്കെ എല്ലാത്തിലും ഉള്ളതുകൊണ്ട് തന്നെ നമ്മുടെ അൽവിക്കുട്ടനെ പോലെയുള്ള കുഞ്ഞു ബേബീസിനെ കൊണ്ടുപോകുമ്പോൾ അതൊന്നും ശ്രദ്ധിക്കണം കേട്ടോ. അതർവൈസ് ഫങ്ചൂറി എന്ന് പറയുന്നത് കുഞ്ഞു കുട്ടികൾക്കൊരു ബെസ്റ്റ് ഓപ്ഷൻ എന്നാണ് ഞാൻ പറയുന്നത് കേട്ടോ. കാര്യം എന്ന് വെച്ചാൽ നമുക്ക് ഡസ്റ്റ് അലർജിയോ അല്ലെങ്കിൽ അലർജറ്റിക് ആയിട്ടുള്ള എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടെങ്കിലോ ഇല്ലെങ്കിൽ തന്നെ നോർമലായിട്ടുള്ള കുട്ടികൾക്ക് പോലും സേഫ് സോൺ ആയിട്ടിരുന്ന ഗെയിംസ് ചെയ്യാനുള്ള ഒരു നല്ലൊരു ബെസ്റ്റ് പ്ലാറ്റ്ഫോമാണ് നമ്മുടെ MOT ആയാലും ശരി, നമ്മുടെ ലുലുവിലെ ഫങ്ചൂറ ആണെങ്കിലും ശരി കേട്ടോ. അപ്പോൾ പിന്നെ ഒരു കാര്യം എന്ന് വെച്ചാൽ എല്ലാവരും ചോദിക്കുന്നുണ്ട്, നിങ്ങൾ ഇടയ്ക്കിടയ്ക്ക് ഫങ്ചൂറയിൽ പോകുന്നുണ്ടല്ലോ എക്സ്പെൻസീവ്. ഇതൊട്ടും എക്സ്പെൻസീവ് ആയിട്ടുള്ള കാര്യമൊന്നുമല്ല കേട്ടോ. നമുക്ക് എല്ലാവർക്കും അഫോർഡബിൾ ആയിട്ടുള്ളതാണ്. 25,000 വരെയുള്ള കാർഡ്സ് ഉണ്ടെങ്കിൽ പോലും 700 തൊട്ട് സ്റ്റാർട്ടിംഗ് ആണ്. 700 ആയിട്ടുള്ള നമ്മുടെ കാർഡ്സിൽ സ്കീമും ഓഫേഴ്സൊന്നും അവൈലബിൾ അല്ലെങ്കിൽ പോലും ജസ്റ്റ് നമ്മൾ 700ൻ്റെ കാർഡ് എടുക്കുകയാണെങ്കിൽ പിന്നെ നമുക്ക് പോകുമ്പോൾ 100 രൂപീസ് തൊട്ടേ നമുക്ക് കാർഡ് റീചാർജ് ചെയ്യാൻ പറ്റും. ഒരു വെഹിക്കിൾ അല്ലെങ്കിൽ ഒരു ഗെയിമിൽ കയറുന്നതിൻ്റെ മിനിമം ചാർജ് 75 ആണ് കേട്ടോ. അപ്പോൾ 75 രൂപീസിന് ഏറ്റവും കുറഞ്ഞ ഗെയിം എന്ന് പറഞ്ഞാൽ 75 രൂപീസിനുള്ളതാണ്. അപ്പോൾ ഓരോ ഗെയിംസിന് ഓറിയൻറ്റഡ് ആയിട്ടിരിക്കും അതിൻ്റെ എമൗണ്ട് കൂടുന്നത്. 75ന് താഴെയായിട്ടുള്ള ഗെയിംസ് ഒന്നും അവിടെ അവൈലബിൾ അല്ല കേട്ടോ. അപ്പം നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് ഇപ്പോൾ ഒരു 3 റൈഡിലാണ് അവർ കയറുന്നത്. ചില ദിവസം അവർ ചിലപ്പം 3 റൈഡിലൊക്കെ കയറുമ്പോൾ നിർത്തും അല്ലേ. അപ്പോൾ അവർക്ക് ഒരു 300 നമ്മൾ ആദ്യം റീചാർജ് ചെയ്തിട്ട് അവർക്ക് വീണ്ടും എക്സ്പീരിയൻസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് അപ്പോൾ റീചാർജ് ചെയ്താൽ മതി. അപ്പോൾ അതുകൊണ്ട് അത് അത്ര ഭയങ്കര എക്സ്പെൻസീവാണ് ഫങ്ചൂറ എന്നുള്ളൊരു അഭിപ്രായമൊന്നും എനിക്കില്ല കേട്ടോ. അപ്പോൾ അത് കഴിഞ്ഞിട്ട് നമ്മുടെ കുഞ്ഞാവ കയറുന്ന മിസ് ഔട്ടാക്കാത്ത വേറൊരു ഗെയിംസാണ് ഇത് കേട്ടോ. ഇതുപോലെ തന്നെ അവർ ഐ കോൺടാക്റ്റും ബ്രെയിൻ ഡെവലപ്മെൻറ്റിനും ഒക്കെ വളരെയധികം ഹെൽപ്പ് ചെയ്യുന്ന ഒരു ഗെയിമാണ് കേട്ടോ. പേഴ്സണലി എനിക്ക് ഫങ്ചൂറ ഭയങ്കര ഇഷ്ടമാണ്. കാര്യം എന്ന് വെച്ചാൽ ഭയങ്കര സേഫായിട്ട് നിന്ന് കുട്ടികൾക്ക് ഗെയിം എഡ്യൂക്കേഷൻ ഓറിയൻറ്റഡ് ആയിട്ട് ഗെയിം എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റുന്ന ഒരു നല്ലൊരു സ്ഥലമാണ് ഫങ്ചൂറ എന്നാണ് എൻ്റെ വ്യക്തിപരമായ അഭിപ്രായം. നമ്മൾ ഒരു പ്രാവശ്യമെങ്കിലും ഒന്ന് എക്സ്പീരിയൻസ് ചെയ്ത് നോക്കണം. പലപ്പോഴും ഞാൻ ഈ ഫങ്ചൂറയെ പറ്റി പറയുമ്പോഴത്തേക്കും കേട്ടിട്ടുള്ളൊരു കാര്യമാണ്, ഇത് ഭയങ്കര എക്സ്പെൻസീവാണ്. ഇത് ഒട്ടും എക്സ്പെൻസീവ് ആയിട്ടുള്ള ഒരു സ്ഥലമൊന്നുമല്ല. നമുക്ക് അഫോർഡബിൾ പ്രൈസിൽ നമുക്ക് ഗെയിം ആദ്യം നോക്കി വെച്ചിട്ട് പോവുകയാണെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ നമ്മൾ അതിനനുസരിച്ച് നമ്മൾ പോവുകയാണെന്നുണ്ടെങ്കിൽ നമുക്കത് വളരെ സിമ്പിളായിട്ട് വളരെ തുച്ഛമായ എമൗണ്ടിൽ നമുക്ക് കുട്ടികൾക്ക് എക്സ്പീരിയൻസ് ചെയ്യാവുന്നുള്ളതേ ഉള്ളൂ കേട്ടോ. പിന്നെ വെഹിക്കിൾസിൽ കയറുമ്പോൾ 2 കുട്ടികളാണെങ്കിൽ ഒരുമിച്ച് കയറുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ആ എമൗണ്ടും നമുക്ക് ലാഭിക്കാവുന്നുള്ളതേ ഉള്ളൂ. പിന്നെ വേറെ എന്ന് പറഞ്ഞാൽ നമ്മളടുത്ത് മിക്കവാറും ഉള്ളവർ ചോദിക്കാറുണ്ട്, ഇവിടെ പിന്നെ ഈ കാർഡ് ബാലൻസ് എമൗണ്ട്, അതായത് നമ്മളിപ്പോൾ ഒരു 500ന് റീചാർജ് ചെയ്തു, ഒരു 2-3 റൈഡിൽ കുഞ്ഞുങ്ങൾ കയറിയതേ ഉള്ളൂ, എന്തെങ്കിലും ഇഷ്യൂ ഉണ്ടോ, നമുക്ക് നെക്സ്റ്റ് ടൈം പോകുമ്പോൾ യൂസ് ചെയ്യാൻ പറ്റും? നമുക്ക് ഉറപ്പായും അത് നെക്സ്റ്റ് ടൈം പോകുമ്പോൾ യൂസ് ചെയ്യാൻ പറ്റും കേട്ടോ. അതിൽ നമ്മുടെ മൊബൈലിലൊക്കെ റീചാർജ് ചെയ്ത് നമ്മൾ കോൾ ചെയ്ത് എമൗണ്ട് ബാലൻസ് ഉണ്ട് അല്ലെങ്കിൽ നമ്മുടെ ഓഫർ ബാലൻസ് ഉണ്ടെങ്കിൽ നമ്മളത് റീയൂസ് ചെയ്യുമല്ലോ. അതേ സംഭവം തന്നെയാണ് നമുക്ക് നെക്സ്റ്റ് ടൈം പോകുമ്പോഴത്തേക്കും നമുക്കത് യൂസ് ചെയ്യാവുന്നുള്ളതേ ഉള്ളൂ. അപ്പോൾ നമ്മുടെ കുട്ടികൾക്ക് എൻ്റർടൈൻഡ് ആയിട്ടുള്ള ഒരുപാട് ഗെയിംസ്, അതായത് മന്ത്ലി തന്നെ അവർ ന്യൂ ഗെയിംസ് അവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ കുട്ടികൾക്കും അത് എക്സ്പീരിയൻസ് ചെയ്യാനുള്ളൊരു അവസരമാണ്. എന്തായാലും ഒരു ദിവസം പോയി നോക്കണം കേട്ടോ. ടാറ്റാ ബൈ.